ഞാൻ ശ്രീജിത്ത്. നമ്മൾ ഷിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ഓവറോളിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പവർ സ്റ്റിയറിംഗ് ആണ്, ഇലക്ട്രിക് മോട്ടോർ ടൈപ്പ് പവർ സ്റ്റിയറിംഗ് ആണ് ഇതിന് വരുന്നത്. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കൂടെ തന്നെയാണ് ഇതിൻ്റെ മോട്ടറൊക്കെ വരുന്നത്. ഇതിന് പുതിയതിന് 30,000-ലും കൂടുതൽ വിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റാക്ക് പുഷും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഇടുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയിട്ടാണെന്ന് നമുക്ക് നോക്കാം. പിനിയൻ സ്റ്റിയറിംഗ് കോളമായിട്ട് ഒരു ഷാഫ്റ്റ് മുഖാന്തരം 12 ബോൾട്ട് ഇട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പം മുകളിലത്തെ ബോൾട്ട് ലൂസ് ചെയ്ത് വെക്കുക. താഴത്തെ പിനിയൻ്റെ അടുത്തുള്ള ബോൾട്ട് അയച്ചെടുത്തിട്ട് നമ്മൾ പിനിയലിന് ആ സ്റ്റിയറിംഗ് കോളത്തെ ഷാഫ്റ്റ് വേർപെടുത്തുക. നമ്മളെ ഷർഫൂഖിൻ്റെ ഷിഫ്റ്റാണ്. ഷർഫൂഖ് അത് കാണുന്നുണ്ടെങ്കിലായി. നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ എൻഡ് അഴിക്കണം, പിന്നെ ലോവർ ആം അഴിക്കണം, ബാലൻസ് റോഡ് ലിങ്കേജ് അഴിക്കണം, പിന്നെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ക്രോസ് നമ്പറിൻ്റെ ബോൾട്ട് ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ അകത്ത് പിനിയൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിനിയൻ്റെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അത് അഴിക്കണം. പിന്നെ അടിഭാഗത്ത് 3 മൗണ്ടിങ്ങിൻ്റെ ബോൾട്ട് ഉണ്ട്, സൈലൻസറിൻ്റെ ബുഷ് ഉണ്ട്, അത് അഴിക്കണം. ഇതെല്ലാം നമുക്ക് അഴിച്ചെടുക്കാം. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഇവിടെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്, ടോർക്ക് സെൻസറിലേക്കും സ്റ്റിയറിംഗ് മോട്ടറിലേക്കും. ആ 2 സോക്കറ്റ് എടുത്തിക്കണം. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും ലോവറാം കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ക്രോസ് മെമ്പർ നല്ല നമുക്ക് താഴ്ത്തിയെടുക്കാം. ക്രോസ് മെമ്പറിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റിയറിംഗ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് 30,000 രൂപ വരെയുള്ള വില വരുന്ന സ്റ്റിയറിംഗ് ബോക്സ്. ഇതിന് ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ഇത് ടോർക്ക് സെൻസർ. ഇപ്പോൾ നമ്മൾ ഏത് സൈഡിലേക്കാണ് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ആ സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് ഫ്രീ ആയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള സെൻസ് ചെയ്യുന്ന സാധനമാണ് ടോർക്ക് സെൻസർ. ഏത് ഭാഗത്തേക്കാണ് നമുക്ക് കൂടുതൽ തിരിക്കുമ്പോൾ ഫോഴ്സ് കൊടുക്കേണ്ടത്, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും എങ്ങനെയത് എവിടെയൊക്കെ എത്ര അത് കൊടുക്കണം അതൊക്കെ ചെയ്യുന്നത് ഈ ടോർക്ക് സെൻസറാണ്. ഇതാണ് ഇതിൻ്റെ മോട്ടർ. അതായത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിൻ്റെ ബാക്കി പണിയെടുക്കുന്നത് ഈ മോട്ടറാണ്. ഈ മോട്ടർ മുഖാന്തരമാണ് നമുക്ക് ബാക്കി സ്റ്റിയറിങ്ങിന് ആയാസം കിട്ടുന്നത്. മോട്ടർ വെള്ളം കയറിയാൽ, വെള്ളത്തിൽ ഓടിയാൽ ഈ മോട്ടർ കംപ്ലൈൻ്റ് ആവും. ഇത് റിപ്പയർ ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല കോസ്റ്റാണ്. ഇത് സ്റ്റിയറിംഗ് ബോക്സ് സെറ്റായിട്ടാണ് വരിക. ഇതിന് അയക്കാനുള്ളത് ഈ പിനിയൻ അയക്കാനുള്ളത്. ഈ പിനിയൻ അയക്കണം. പിനിയൻ അടി ഇവിടെ ഒരു നെറ്റ് ഉണ്ട്, ഈ നെറ്റ് അയച്ചിട്ട് ഈ പിനിയൻ നമുക്ക് പുറത്തേക്ക് എടുക്കാം.
ഇതാണ് പ്ലഞ്ചർ, അതായത് സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ നട്ടും കാര്യമൊക്കെ വരും. നമുക്ക് പിനിയൻ പുറത്തെടുക്കാം. ഇതാണ് പിനിയൻ, നമ്മളെ ആൾട്ടോനെ പോലെ തന്നെ പിനിയനാണ്. കുറച്ച് മാറ്റങ്ങളും കാര്യമൊക്കെ ഉണ്ട് ഇതിന്. പവർ സ്റ്റിയറിംഗ് മോഡൽ ഇതിൽ വരുന്നതുകൊണ്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളെ മാറ്റുന്ന റാക്ക് ബുഷ് ഇതാണ്. ഞാൻ ചെറുങ്ങനെ ഇളക്കി കാണിക്കാം, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഇതിന് ചെറിയൊരു ഇളക്കമുണ്ട് ഈ റാക്ക്. അപ്പോൾ അതിന് ബുഷ് ഇടണം. പിന്നെ ഈ ബോൾ ജോയിൻറ്റ് എൻഡ് ഇതൊക്കെ മാറ്റണം. ഇത് അയക്കണമെങ്കിൽ ഇവിടെ ലോക്ക് വാഷറിനകത്ത് ഇട്ടണം. ഏകദേശം 32ൻ്റെ സ്പാൻഡർ വെച്ച് അയച്ചെടുക്കണം. നമുക്ക് അയച്ചെടുക്കാം. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിന് 1700 ജോഡിക്ക്, സ്റ്റിയറിംഗ് ടയറോഡ് എൻഡിന് 1000, പ്ലഞ്ചറിന് 700 സംതിങ്, ഇങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇതാണ് ബാലൻസ് റാഡ് ബുഷ്. ഇത് ഇപ്പം മാറ്റാൻ എളുപ്പമാണ്, അല്ലാണ്ട് മാറ്റണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതാണ് ബാലൻസ് റോഡ് ലിങ്കേജ്. ഇതിൻ്റെ ബൂട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ബൂട്ട് ഡാമേജ് ആയാലും എന്തായാലും ഇതിനകത്ത് വെള്ളം കയറിയിട്ട് ഇതിന് പ്ലേ വരും, അപ്പോൾ ചെറിയ ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതും മാറ്റണം. നമ്മൾ ലെയ്ത്ത് പോയിട്ട് പുതിയ റാക്ക് ബുഷൊക്കെ ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് പുതിയ റാക്ക് ബുഷ്. ലെയ്ത്തത്തെ വർക്ക് നമുക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അവർ വൈകുന്നേരമാണ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ വർക്ക് ഉണ്ടായിരുന്നു. നമുക്കിനി സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്യാം. ഇതാണ് പ്ലഞ്ചർ ഇടുന്ന ഇത്. നമ്മളത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിയറിങ് ടൈറ്റ് ലൂസാക്കി ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയാണ് വരുന്നത്. ഇനി സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് കാറിലോട്ട് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, അലൈൻമെൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും മൊത്തത്തിൽ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ലാസ്റ്റ് ഇട്ട ഒരു നെട്ടിൽ നമ്മൾ പ്ലഞ്ചർ നെട്ട് അത് ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിയറിങ് അപ്പുറത്ത് ഇപ്പുറത്ത് കളിന്ന് വലിച്ച് നോക്കിയിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റിയറിങ് നമ്മൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ ലൂസാണെങ്കിൽ സ്റ്റിയറിങ് സൗണ്ട് ഉണ്ടാവും. നമ്മൾ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ സൗണ്ട് വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരാഴ്ച അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.